വീട്ടിലേക്ക് പോകാനായിട്ട് വണ്ടി കയറുമ്പോൾ മഴയില്ലെങ്കിലും അവിടെ എത്തിയിട്ട് ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. പിന്നെ മഴയാണെന്ന് നോക്കിയില്ല, ഒരു കുട എടുത്തങ്ങോട്ട് ഇറങ്ങി. ഇപ്പോൾ വീട്ടിൽ വന്നാലും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങുക എന്നുള്ളത്. വെറുതെ പാടത്തും പറമ്പിലൂടെയൊക്കെ ഒന്ന് നടന്ന് നോക്കണം എന്നുള്ളത്. ഇപ്പോൾ മഴയും കൂടി ആവുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്. ടൈമിൻ്റെ ഇലയിൽ വെള്ളം നിറഞ്ഞിട്ടും പാടത്തൊക്കെ വെള്ളം വീഴുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അത് മാത്രമല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന പാഷൻ ഫ്രൂട്ടിന്റെ ചെടി കായ്ച്ചു എന്നുള്ളതാണ്. നിറയെ കായ്കളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വെക്കേഷന് വീട്ടിൽ വന്നപ്പോൾ ഒരു വട്ടം പോലും ഒരു കായ് പോലും കിട്ടാതിരുന്ന ഒരു ചെടിയായിരുന്നു ഇത്. അന്ന് ഈ ചെടി കാണുമ്പോഴൊക്കെ എനിക്ക് ദേഷ്യം വരുമായിരുന്നു. കാരണം പടർന്ന് പന്തലിച്ചിട്ട് ഒരു കായ പോലും തരാതെ നിറയെ ഇലയും മുറ്റത്ത് വീണ് ആകെ മൊത്തം ഒരു പ്രശ്നബാധിത മേഖലയായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ മഴയത്ത് തന്നെ ഇതുപോലൊരു പാഷൻ ഫ്രൂട്ട് പറിച്ചു. എന്നിട്ട് ഇത് പീസാക്കി ബൗള് പോലെ ആക്കി അതിൽ പഞ്ചസാരയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെ കഴിച്ചു. നല്ല പുളിയൊക്കെ ഉണ്ട്, എന്നാലും പുളിയും മധുരമൊക്കെ ആയിട്ട് ഒരു നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ വെറുതെ മുറ്റത്തോടെ ഇറങ്ങി നടന്നു. കോഴികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ദേ ഈ ചെണ്ടുമല്ലി എനിക്ക് തോന്നുന്നത് ഓണൊക്കെ ആകുമ്പോഴേക്കും എവിടെയെങ്കിലൊക്കെ കുഴിച്ചിട്ട് പൂ വരാനായിട്ട് അച്ഛൻ എവിടുന്നോ വാങ്ങി വെച്ചതാണ്. മുന്നേ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു പൈക്കുട്ടി ഉണ്ടല്ലോ, അതിപ്പല്ല കേട്ടോ, ഒരു പകരക്കാരി വന്നിട്ടുണ്ട്. മഴയൊക്കെ പെയ്ത് തോരുന്ന സമയത്ത് കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച എന്ന് പറയാൻ ഈ ഇലകളിലോ മരച്ചിലകളിലോ ഒക്കെ വെള്ളം തങ്ങി നിൽക്കുന്നതാണ്. എന്താണെങ്കിലും വീടെത്തിക്കഴിഞ്ഞ് ഇതുപോലെ നടക്കാൻ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതൊരു വേറെ ഫീലാണ്. ഈ മാവിന്റെ ചോട്ടില് ഇത് മണ്ണല്ല കേട്ടോ, ചെതൽപുറ്റാണ്. കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട്. അപ്പോഴാണ് ദേ ഒരു കുസൃതി കുടുക്ക ആഹാൻ എനിക്ക് ഈ ഒരു ആമയെ കൊണ്ടുവന്ന് കാണിച്ചു തന്നത്. ഞാനും ഇവന്റെയൊക്കെ പ്രായത്തിലാണ് ഇതുപോലൊരു ആമയെ കണ്ടിട്ടുള്ളത്. അതിന്റെ ശേഷം ഇതുപോലെ ആമയെ അടുത്തുനിന്നൊന്നും കണ്ടിട്ടില്ല. ഈ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ പാടത്തുനിന്ന് എവിടെന്നോ പിടിച്ചാന്നാ തോന്നുന്നത്. അവർക്ക് ഇതൊക്കെയല്ലേ ഒരു രസം. എന്റെ ക്യാമറയുടെ ലൈറ്റ് കണ്ടപ്പോൾ അതിങ്ങനെ ഉള്ളിലേക്ക് വലിഞ്ഞു പോവുമായിരുന്നു. ഇതിനെ വെള്ളത്തിലിട്ടപ്പോഴാണ് ഇതിന്റെ കാലിലും തലയ്ക്കും ഒക്കെ ഇത്രയും നീളം ഉണ്ടോ എന്ന് മനസ്സിലായത്. അപ്പൊ ഇതൊക്കെയാണ് വീട്ടിലേക്ക് കാല് കുത്തുമ്പോഴേക്കും കാണുന്ന കാഴ്ചകൾ.